ഇടവകയിൽ 10ാം ക്ലാസ് +2 ജയിച്ച കുഞ്ഞുങ്ങളെ നമ്മൾ ഈ ദിവസം ഇടവകയുടെ ഒരു ആദരം, ഒരു ബഹുമാനം നമ്മൾ ഈ അവസരത്തിൽ കൊടുക്കുകയാണ്. 15 വർഷം തുടർച്ചയായിട്ട് സൺഡേ സ്കൂൾ അധ്യാപകരുടെ രംഗത്ത് തുടർച്ചയായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന മോളി ടീച്ചർ സഭയുടെ വിവിധങ്ങളായ കുഞ്ഞുങ്ങളെ പഠിപ്പിച്ച് അതുപോലെ രംഗത്ത് ഇത്രയും പഠന മേഖലകളിലൂടെ കടന്നുപോയ ആ അധ്യാപികയ്ക്ക് എല്ലാവിധ ആശംസകളും അഭിനന്ദനങ്ങളും ദൈവ കൃപയും ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. ഇന്ന് നമ്മുടെ കുട്ടികള് പ്രത്യേകിച്ച് പരീക്ഷയിൽ വിജയിച്ചവരെ അല്ലെങ്കിൽ ഹയർ സ്റ്റഡീസിൽ വിജയിച്ചവരെ ആദരിക്കുന്ന ചടങ്ങിന് ഒത്തുകൂടിയിരിക്കുകയാണ്. ഇതിനോടൊപ്പം തന്നെ എനിക്ക് പറയാനുള്ള ഒരു കാര്യം, ഒരുപക്ഷെ ഒരു വിഷയത്തിലോ 2 വിഷയത്തിലോ അല്ലെങ്കിൽ വളരെ ദയനീയ രീതിയിലോ തോറ്റുപോയ മക്കൾ നമ്മുടെ അടുത്തൊക്കെ ഉണ്ടായിരിക്കാം. അവർക്ക് ഇവിടെ ഇരിക്കാൻ പറ്റാത്ത ഒരവസ്ഥ വന്നിട്ടുണ്ടായിരിക്കാം. പ്രിയ മക്കളെ, നിങ്ങൾ ആലോചിക്കേണ്ട ഒരു കാര്യം, ഈ ചെറിയ SSLC +2 അല്ലെങ്കിൽ ചെറിയ ഡിഗ്രിയുടെ തോൽവിയൊന്നും ജീവിതത്തിലെ വലിയ ഒരു തോൽവി എന്ന് ഒരിക്കലും കണക്കാക്കേണ്ട ഒരു കാര്യമില്ല. ഇതൊക്കെ നമുക്ക് എഴുതിയെടുക്കാവുന്ന നിസാര പരീക്ഷകളാണ്. ജീവിതത്തിൽ ഇതിനേക്കാളും വലിയ പരീക്ഷണ ഘട്ടങ്ങളും ഒക്കെ നമുക്ക് നേരിടേണ്ടി വരും. ഞാൻ ആദ്യമായി തന്നെ വികാരിയച്ഛന് നമ്മുടെ ഈ മീറ്റിംഗിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു. അടുത്തതായി നമ്മുടെ കൈക്കാരന്മാര് 2 പേരും കൂടിയുണ്ട്. കൈക്കാരന്മാരെല്ലാ പ്രവർത്തനങ്ങൾക്കും ഒരുമിച്ച് കൂടി ആലോചിച്ച് കാര്യങ്ങളൊക്കെ ഭംഗിയായിട്ട് ക്രമീകരിക്കുന്നു. 2 പേരെയും ഞാൻ സ്വാഗതം ചെയ്യുന്നു. സ്വാഗതം ചെയ്യുന്നു. ഇന്ന് അവാർഡിന് ഈ ആദരത്തിന് യോഗ്യരായിരിക്കുന്ന നമ്മുടെ കൊച്ചുമക്കളെ ഏവരെയും ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. നിങ്ങളേവരെയും ഒട്ടുവാക്കി ഞാൻ ഹൃദയത്തിന്റെ ഭാഷയിൽ സ്വാഗതം ചെയ്തുകൊണ്ട് വാക്കുകൾ ഉപസ്മരിക്കുന്നു. നമ്മുടെ വികാരിയച്ഛൻ, അതുപോലെ തന്നെ നമ്മുടെ അഭിരാനിയച്ഛൻ, പിന്നെ ഉന്നത വിജയം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികൾ, അതിലുപരി സൺഡേ സ്കൂളിൽ 15 വർഷത്തോളം നിസ്തുലാസ്തയായി അനുഷ്ഠിച്ച നമ്മുടെ ടീച്ചർ ഒരു പ്രതിഫലിച്ചില്ലാതെ നമുക്ക് നമ്മുടെ കഴിവുകൾ മറ്റുള്ളവർക്ക് പകർന്നു നൽകുമ്പോഴാണ് നമ്മൾ യഥാർത്ഥത്തിൽ ഒരു മനുഷ്യ സ്നേഹി ആവുന്നത്. ഒരു വ്യക്തി എങ്ങനെയാവണം, സമൂഹത്തിന് അവർക്ക് എന്ത് നൽകണം എന്നുള്ള വ്യക്തമായ ധാരണ ഉണ്ടാക്കുന്നതിന് വേണ്ടിയാണ് നമ്മൾ സഭയിൽ പഠിക്കണം. അതുപോലെ തന്നെ സൺഡേ സ്കൂളിൽ പഠിച്ചു കഴിഞ്ഞാൽ ഏതൊരു വ്യക്തിയും നല്ല മനുഷ്യ സ്നേഹമായി തീരും എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അധികം വലിച്ചു നീട്ടുന്നില്ല. ഉന്നത വിജയം കരസ്ഥമാക്കിയതിന്റെ പിന്നില് അധ്യാപകരും മാതാപിതാക്കളും മറ്റും നിങ്ങളുടെ കൂടെ കൂടുതൽ നിങ്ങൾക്ക് കരുതി തന്നിട്ടുണ്ട്. ആ കരുതൽ നിങ്ങൾക്ക് ഇനിയും ഉണ്ടാവും. ഇനിയും ഉന്നത വിജയങ്ങൾ കരസ്ഥമാക്കാൻ നിങ്ങൾക്ക് കഴിയട്ടെ എന്ന് നന്ദിയോടെ ഞാൻ സ്തുതി പാടിടും എൻ്റെ യേശുനാഥ. എനിക്കായി നീ ചെയ്തൊരു നന്മയ്ക്കും ഇന്നു നന്ദി ചൊല്ലുന്നു ഞാൻ. നന്ദിയോടെ ഞാൻ സ്തുതി പാടിടും എൻ്റെ യേശുനാഥ. എനിക്കായി നീ ചെയ്തൊരു നന്മ. ഇന്ന് ഞങ്ങൾക്ക് എല്ലാവർക്കും ഈ അവാർഡിന് അർഹരാക്കിയ ദൈവത്തിനോട് ആദ്യം നന്ദി പറയുന്നു. പിന്നെ എൻ്റെ പാരൻസ്, എന്നെ പഠിപ്പിച്ച എല്ലാ ടീച്ചേഴ്സും, എല്ലാവർക്കും ഞാൻ ഈ വേളയിൽ നന്ദി പറയുന്നു. പിന്നെ ഞങ്ങൾക്ക് ഈ അവാർഡ്, ഈ ഒരു ഓപ്പർച്യൂണിറ്റി തന്ന പട്ടിക്കാട് ഇടവകയിലെ എല്ലാവരോടുമായി ഞാൻ നന്ദി പറയുന്നു. താങ്ക് യു സോ മച്ച്. സ്നേഹത്തിനുള്ള ബഹുമാനം എൻ്റെ പ്രിയപ്പെട്ട അച്ഛന്മാർക്കും പാരീഷ് കൗൺസിൽ എല്ലാ അംഗങ്ങൾക്കും എല്ലാവരും നമസ്കാരം. ദൈവത്തോട് 2 വരി പാടിക്കൊണ്ട് ഞാൻ നന്ദി പറയുകയാണ്. അതിന് ശേഷം നമുക്ക് എടുക്കണം. നന്ദിയോടെ ഞാൻ സ്തുതി പാടിടും എൻ്റെ യേശുനാഥ. നീ ചെയ്തൊരു നന്മയ്ക്കും ഇന്നു നന്ദി ചൊല്ലുന്നു ഞാൻ.
ഇന്ന് ഈ ചടങ്ങിന് അധ്യക്ഷം വഹിച്ച ബഹുമാനപ്പെട്ട വിജയൻ, നമ്മുടെ എല്ലാവർക്കും പ്രിയങ്കരനായ നമ്മുടെ ശ്രീരചന ആദ്യമായിട്ട് ഞാൻ പറയുകയാണ്. ഞാൻ ഒരുപാട് എൻ്റെ സ്നേഹത്തിൻ്റെ ഭാഷ നന്ദി പറയുകയാണ്. എല്ലാവർക്കും നന്ദി പറയുന്നു. ഇന്ന് ഈ അപൂർവ നേട്ടങ്ങൾ കൈവരിച്ച നമ്മുടെ പ്രിയ മക്കള്, ഇവർക്ക് ഇനിയും ഇവരുടെ ഭാവി ജീവിതത്തിൽ വളർന്ന് കൂടുതൽ പ്രൊഫഷണലുകളും നല്ല നല്ല മേഖലകൾ കണ്ടെത്തി വിജയിച്ച് വരട്ടെ എന്ന് ഇവർ ഈ അവസരത്തിൽ ഞാൻ ആശംസിക്കുകയാണ്. കൂടാതെ ഇവിടെ സന്നിഹിതരായിട്ടുള്ള നമ്മുടെ ഇടവകാംഗങ്ങള്, മാതാപിതാക്കള് എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. അർഹിക്കാത്ത നന്മകളെ എനിക്കേകിടും ദയാനിധേ, അർഹിക്കാത്ത നന്മകളെ എനിക്കേകിടും ദയാനിധേ, യാചിക്കാത്ത നന്മകൾ പോലുമേ